സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര തീരദേശ മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നു. ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ കാണാൻ പറ്റുന്നത്. വിവിധ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പെല്ലാം പുഴകളിൽ ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. മഴ മാറി നിൽക്കാത്ത ഒരു സ്ഥിതി തന്നെയാണ് സംസ്ഥാനത്ത് കാണുന്നത്. വടക്കൻ കേരളത്തിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശവും പറഞ്ഞിട്ടുണ്ട്. രജീഷ് ചേരുന്നുണ്ട്. രജീഷ്, ശക്തമായ മഴയ്ക്ക് തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സംസ്ഥാനത്ത് പറഞ്ഞിരിക്കുന്നത്. വടക്കൻ കേരളത്തിലാണ് തീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും അക്ഷയ, സംസ്ഥാനത്ത് ഇന്ന് തീവ്ര മഴയ്ക്കുള്ള സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിലെ നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. 5 ജില്ലകളിലാണ് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹെവി റെയിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലായി ഇവർ നൽകുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി നൽകുന്നു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ആഗസ്റ്റ് 1 വരെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിലൂടെ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും സാധ്യത. രാവിലെ ഓറഞ്ച് അലർട്ട് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ പിൻവലിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലടക്കം ഇത് അതിശക്തമായ മഴയായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പല സ്ഥലങ്ങളായി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. 68 കുടുംബങ്ങളിലെ 211 പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇതിന്റെ ഭാഗമായി പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനക്കാമ്പോയിൽ ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമായ മഴയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് മേപ്പാടി മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. വയനാട് മുണ്ടക്കയിൽ ജനവാസമില്ലാത്ത മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. പുത്തുമലയിൽ കാശ്മീർ ദ്വീപിലെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുഴകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. എന്തായാലും ഇന്ന് ഇത്തരത്തിലുള്ള തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകുന്നു. ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പുഴയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ വെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലയിൽ താമസിക്കുന്നവരും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും സാധ്യതയുണ്ടാകുക. ഇന്ന് 5 ജില്ലകളിലാണ് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം നിർദ്ദേശം നൽകുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയാണ് ഇന്ന് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. അക്ഷയ. ശരി, എന്തായാലും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. 14 ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളാണ് രജീഷ് നരിക്കുനി നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.